നോക്കി നോക്കിയിരുന്ന് ഓണം ഇങ്ങെത്തി. സേമിയ പായസം ഇല്ലാതെ എങ്ങനെയാ? നമുക്ക് കിസ്മിസും കശുവണ്ടിയും ഇതുപോലെ നെയ്യിൽ നന്നായിട്ട് വറുത്തെടുക്കണം. വറുത്തെടുത്ത നെയ്യിലോട്ട് തന്നെ നമ്മുടെ മെയിൻ സംഭവമായ സേമിയയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. ഒരുപാട് നേരമൊന്നും വേണ്ട റോസ്റ്റഡ് ആണെങ്കിൽ. അതിനകത്തേക്ക് നമ്മൾ 1 ലിറ്റർ പാൽ, ഞാൻ അത്രയൊന്നും എടുത്തിട്ടില്ല, കുറച്ച് പാലെടുത്തു. പാലിനകത്ത് കിടന്ന സേമിയ നന്നായിട്ട് സോഫ്റ്റ് ആകും. അതിനുശേഷം നമ്മൾ പഞ്ചസാരയും പിന്നെ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കണം. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒരു രുചി വേറൊരു ലെവലാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ മിൽക്ക് പ്രോഡക്ട്സും മിൽക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ടേസ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇഷ്ടമല്ലാത്തവർക്ക് പഞ്ചസാര കുറച്ചധികം ചേർക്കാവുന്നതാണ്. പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതും ഒരു നുള്ളുപ്പും വറുത്ത് കോരി വെച്ച് കശുവണ്ടിയും കിസ്മിസും എല്ലാം കൂടി ഇട്ട് കഴിയുമ്പോൾ പായസത്തിന് അതിൻ്റേതായിട്ടുള്ള നാടൻ ഫ്ലേവർ വരും. ഒരു രക്ഷയില്ല.